CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെല്ലായ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും CPIM-ന് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് UDF. തീരുമാനമെടുത്ത വിഷയത്തിൽ അടിയന്തര ഭരണസമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പഞ്ചായത്തിൽ ഇടപെടുന്നു എന്ന് കാണിക്കാനുള്ള CPM-ന്റെ വ്യഗ്രതയെന്നും UDF. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി. ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് നിർമ്മാണം മൂലമുള്ള കടുത്ത യാത്രാ ദുരിതമാണ് സമരത്തിനു കാരണം. പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല ബസ് സമരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച് കോൺഗ്രസ്. അശരണരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് VK ശ്രീകണ്ഠൻ MP. നെല്ലായ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും CPIM-ന് ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് ഭരണസമിതി. തീരുമാനമെടുത്ത വിഷയത്തിൽ അടിയന്തര ഭരണസമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയാണ്. ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പഞ്ചായത്തിൽ ഇടപെടുന്നു എന്ന് കാണിക്കാനുള്ള ഉഡായിപ്പാണിതെന്നും ഭരണ നേതൃത്വം പറഞ്ഞു. അവർക്കേറ്റ കനത്ത തിരിച്ചടി ജനങ്ങളെ ഇവരെ ഈ രണ്ട് ഭാഗത്തുനിന്നും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഇപ്പോഴും CPM-കാരുടെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് ഇനി അവരത് ഉൾക്കൊള്ളണമെങ്കിൽ, കാരണം അവർക്കിപ്പോൾ ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അത് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു കൗൺസിലിംഗ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ പറഞ്ഞ പല കാര്യങ്ങൾ, ഇപ്പോൾ അവർ പറഞ്ഞ തെരുവുനായ ശല്യം സംബന്ധിച്ച് ഇവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സൂചിപ്പിച്ചു, ഇത് മുൻപ് ചർച്ച ചെയ്തതാണ്. അവർ പറയുന്നത് കേട്ടാൽ തോന്നുന്നത് ഈ തെരുവുനായ്ക്കളൊക്കെ ഒരു 6 മാസത്തിൽ കുറഞ്ഞ പ്രായമുള്ള തെരുവുനായ്ക്കളാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം അങ്ങോട്ട് ജനിച്ചു വളർന്നത് 6 മാസം മുമ്പ് നെല്ലായ ഭരിച്ചത് LDF ആണ്, CPM ആണ്. അന്ന് ഒന്നും ചെയ്യാതെ ഇരുന്ന ആളുകൾ, ഞങ്ങളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ പോലും ചെയ്യാതെ തെരുവുനായ്ക്കളെ വളരാൻ അനുവദിച്ചു കൊടുത്ത ആളുകളാണിപ്പോൾ ഈ ഭരണം മാറിയപ്പോൾ തെരുവുനായ ശല്യം എന്ന പ്രശ്നം പറഞ്ഞുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് പൊന്തക്കാടുകൾ, റോഡിൻ്റെ വക്കത്തുള്ള പൊന്തയും കാടുകളും വെട്ടുന്നത് സംബന്ധിച്ച് എന്ന് പറഞ്ഞാണ് ഒന്ന് വന്നത്. അതും ഇവർ പറയുന്നത് കേട്ടൊന്നും കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടെ പൊന്ത ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് മുളച്ചു പൊന്തിയ 6 മാസം കൊണ്ട് മുളച്ചു പൊന്തിയ പൊന്തകളാണ് നെല്ലായിലുള്ളത് എന്നാണ് പറയുന്നത് കേട്ടതൊന്ന്. ആ വിഷയം അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. വിഷയം അവർക്കിപ്പോഴും ആ പരാജയം തങ്ങൾ ഭരണത്തിലില്ല എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതാണ് അവരുടെ വിഭ്രാന്തിക്ക് യഥാർത്ഥ കാരണം. ഇവിടെ സൂചിപ്പിച്ച ഈ പഞ്ചായത്തി രാജ് ആക്റ്റിലെ ഒരു നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ പ്രചരണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചത്. ആ പഞ്ചായത്തി രാജിലെ നിയമം എന്ന് പറയുന്നത് നിലവിലുള്ള അംഗങ്ങളുടെ 1/3 അംഗങ്ങൾ ഒന്നിച്ച് ഒപ്പിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനൊരു കത്ത് കൊടുത്താൽ, ആ കത്ത് കിട്ടിയാൽ ആ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കണം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പഴുത് ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു 3 അജണ്ടകൾ വെച്ചുകൊണ്ട് പ്രസിഡന്റിന് കത്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി പ്രസിഡന്റ് നിയമപരമായി ആ യോഗം വിളിക്കുകയും ചെയ്തു. അതിലെ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ, അവരതിൽ പറഞ്ഞിട്ടുള്ള ഈ നായിനെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഒരു അജണ്ട പറഞ്ഞത്. ഒന്ന് നേരത്തെ പറഞ്ഞ പൊന്തക്കാടുകൾ, പുല്ലുകൾ, മരങ്ങൾ വെട്ടുന്നത് സംബന്ധിച്ചാണ്. മൂന്നാമത് പറഞ്ഞത് 2025-26 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെല്ലായ ഭരിക്കുമ്പോൾ അന്നത്തെ തയ്യാറാക്കിയ പദ്ധതിയിൽ ഉൾപ്പെട്ട വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും സെൻസേഷണലായിട്ടുള്ള ചില പ്രശ്നങ്ങളാണിത്. അപ്പോൾ അത് ഇവർ നടപ്പാക്കുന്നില്ല എന്ന് വരുത്തി ഈ പഞ്ചായത്തിനെതിരെ ജനരോഷം ഉണ്ടാക്കാൻ പറ്റുള്ള നോട്ടാണ്. ഇവിടെ ഈ തെരുവുനായ ശല്യം സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ, ഞാൻ അതാണ് പറഞ്ഞത്, കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ, എന്നാൽ ഈ ഭരണസമിതി വന്നപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ 2026-27 പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയിൽ തെരുവുനായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഗവൺമെൻറ് സുപ്രീം കോടതി നിർദ്ദേശിച്ച പദ്ധതി, അതാണ് ABC, അനിമൽ ബർത്ത് കൺട്രോൾ എന്ന് പറയുന്ന പദ്ധതിക്ക്
ആവശ്യമായ സംഖ്യ ജില്ലാ പഞ്ചായത്തിന് ഞങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് നേരിട്ടിട്ടല്ല അത് ചെലവഴിക്കുന്നത്. ABC പ്രോഗ്രാം എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രൊജക്റ്റാണ്. അതിലേക്ക് ആവശ്യമായ പൈസ നമ്മൾ ഗ്രാമപഞ്ചായത്ത് കൊടുക്കുക ചെയ്യാം. അതിനാവശ്യമായ പൈസ നമ്മൾ 26-27 പ്രൊജക്റ്റിൽ ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അതിനെ സംബന്ധിച്ച് ഇവിടെ കൃത്യമായി അതിന് ശേഷവും ഈ നായശല്യം കൂടുതലായി ഉയർന്നു വന്നപ്പോൾ ജൂലൈ മാസം 16 തീയതി നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ അജണ്ടയായിക്കൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. തെരുവ് നായശല്യ പ്രശ്നം സംബന്ധിച്ച് എന്ന് പറഞ്ഞ അജണ്ട ചർച്ച ചെയ്ത് ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് തീരുമാനമെടുത്ത് അതിന് ABC പ്രോഗ്രാമിലേക്ക് ആവശ്യമായ പൈസ, ഇനി കൂടുതൽ പൈസ ആവശ്യമാണെങ്കിൽ അത് നമുക്ക് വകയിരുത്തേണ്ടതുണ്ട് എന്ന് ചർച്ച ചെയ്ത് പിരിഞ്ഞത് 2026-ലാണ്. അപ്പോൾ ഈ വിഷയങ്ങളാകെ ചർച്ച ചെയ്ത് തെരുവുനായ ശല്യം പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണമെന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്ത് കഴിഞ്ഞ ഇത് മെയ് മാസത്തിലെടുത്ത തീരുമാനം ജൂണും കഴിഞ്ഞ് ജൂലൈയിൽ വീണ്ടും അജണ്ടയാക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്, ഇവിടെ നടക്കില്ല, സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി. CCN ചെർപ്പുളശ്ശേരി. വൈദ്യുതി പ്രതിസന്ധി ഡിവൈഎഫ്ഐ മണ്ണമ്പറ്റ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സമരം CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം CN ഷാജു ശങ്കർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് P. ശ്രീജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി S. ബിനേഷ് സ്വാഗതം പറഞ്ഞു. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി അംഗം CN ഷാജു ശങ്കർ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല, കേരളത്തിൽ അനാവശ്യമായ വൈദ്യുതി നിയന്ത്രണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേരളം വൈദ്യുതി രംഗത്ത് വളരെ മുന്നേറിയ ഒരു കാഴ്ച നാം കണ്ടതാണ്. എന്നാൽ പുതിയൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിന് നമ്മുടെ കേരളത്തിലെ വൈദ്യുതി രംഗത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനോ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി എത്തിച്ചു കൊടുക്കുന്നതിനോ ആവശ്യമായ യാതൊരു നിലപാടും നയവും ഒന്നും തന്നെ ഇല്ലാത്തതിൻ്റെ ഭാഗമായി വീണ്ടും കേരളത്തിൽ പോയ ഇരുണ്ട കാലം വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയോട് ഈ വിഷയം ചോദിക്കുമ്പോൾ മന്ത്രി പറയുന്നത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ്. പവർ കട്ട് എന്ന് അവസാനിക്കും എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല എന്നാണ് മന്ത്രി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എൽനിനോ പ്രതിഭാസം വന്നതുകൊണ്ടും മഴ കുറഞ്ഞതുകൊണ്ടും ഒക്കെയാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. DYFI നേതാക്കളായ N. വിദ്യാലക്ഷ്മി, U. അജിത്, M. ഹരീഷ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി. ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് നിർമ്മാണം മൂലമുള്ള കടുത്ത യാത്രാ ദുരിതത്തിൽ പ്രതിഷേധിച്ചാണ് ഈ റൂട്ടിലോടുന്ന ബസ് സർവീസുകൾ പൂർണ്ണമായും സമരം നടത്തിയത്. പരിഹാരമുണ്ടായില്ലേൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് ബസ് ഉടമകളുടെ തീരുമാനം. റോഡിലെ വലിയ കുഴികൾ കാരണം ബസ്സുകളുടെ ചക്രങ്ങൾക്കും മറ്റ് യന്ത്രഭാഗങ്ങൾക്കും തുടർച്ചയായി കേടുപാടുകൾ സംഭവിക്കുന്നത് പതിവാണെന്ന് ഉടമകൾ പരാതിപ്പെടുന്നു. സർവീസിനിടയിൽ വാഹനങ്ങൾ പാതിവഴിയിൽ ബ്രേക്ക് ഡൗൺ ആകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഭീമമായ സാമ്പത്തിക നഷ്ടം സഹിച്ച് ഈ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നാണ് ഉടമകളുടെയും തൊഴിലാളികളുടെയും നിലപാട്. ഇന്നത്തെ സൂചനാ പണിമുടക്കിന് ശേഷവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരുന്ന 27-ാം തീയതി മുതൽ പാതയിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കിഴൂർ റോഡ് മുതൽ ചെർപ്പുശ്ശേരി വരെയുള്ള ഭാഗം നേരത്തെ നവീകരിച്ചിരുന്നു. എന്നാൽ ഒറ്റപ്പാലം മുതൽ കിഴൂർ റോഡ് വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഒച്ചഴയും വേഗത്തിൽ തുടരുന്നത്. CCN ചെർപ്പുളശ്ശേരി. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓർമ്മകളിൽ OC എന്ന പേരിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നല്ല. അത് എക്കാലത്തും മാതൃകയും പ്രചോദനവും നൽകുന്നതാണെന്നും AP അനിൽകുമാർ പറഞ്ഞു.
DCC ട്രഷറർ വല്ലാഞ്ചിറ ഷൗക്കത്ത് അലി സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ് MLA അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, VA കരീം, ഫാത്തിമ റോഷ്ന, പറമ്പൻ റഷീദ്, V സുധാകരൻ, ബെന്നി തോമസ്, AK അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN മലപ്പുറം. ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയബേരി 2026 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചളവറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത്. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ സുരേഷ് അധ്യക്ഷത വഹിച്ചു. കുട്ടികൾ ആത്മവിശ്വാസത്തിൽ മുന്നോട്ടു പോകണമെന്നും ഇതിനായി എല്ലാ പിന്തുണയും രക്ഷിതാക്കൾ നൽകണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി KA തുളസി പറഞ്ഞു. കുട്ടികളോട് ഒന്നേ പറയാനുള്ളൂ, കഠിനമായിട്ട് അധ്വാനിക്കുക. നിങ്ങളുടെ കഠിനമായിട്ടുള്ള അധ്വാനത്തിന് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള വെല്ലുവിളികളൊക്കെ മുന്നിൽ വരാം, പ്രയാസങ്ങൾ വരാം, പണമില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യം വരാം, മറ്റേതെങ്കിലും തരത്തിലുള്ള കുടുംബ പശ്ചാത്തലം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷെ അവിടെ ഒന്നും മനസ്സ് തളരാതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കൈത്താങ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ചൈതന്യം നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുട്ടികളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികൾ കഠിനമായിട്ട് അധ്വാനിച്ചിരിക്കുകയാണ്. അപ്പൊ അവരോട് നല്ല വാക്കൊക്കെ പറഞ്ഞ് അവരെ, നിങ്ങൾ വൃദ്ധരായിട്ട് വളരെ അവശത അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളോട് സ്നേഹത്തോടെ കരുതലോടെ പെരുമാറുന്ന മക്കളായി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നേഹോഷ്മളമായിട്ടുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ഒരുക്കണമെന്ന് മാതാപിതാക്കളോട് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വൈസ് പ്രസിഡന്റ് P ഉണ്ണിയൻകുട്ടി സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PP അൻവർ സാദത്ത്, സിന്ധുമോൾ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. LSS, USS, SSLC, +2 തുടങ്ങിയവയിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. അടുത്തത് ഫാത്തിമ നേഹ, സഞ്ജയ് VR, ഫാത്തിമ ജന്ന C, ഹാഷിമ നസ്രിൻ P, ഫാത്തിമ അക്സ AP, ഫാത്തിമ ഹൃതിക A, അഖിൽ ദേവ്, നേഹ നവാസ് NT, പുണ്യ MB, മിൻസാജ് അലി. CCN ചെർപ്പുളശ്ശേരി. മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രത്തിൽ ഈ വർഷം നടത്തുന്ന ഭാഗവത സപ്താഹത്തിന്റെ 25ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഭാഗവത നവാഹ സത്രത്തിന്റെ നോട്ടീസ് പ്രകാശനവും സമൂഹ രക്ഷാർച്ചനയും വിപുലമായ പരിപാടികളോടെ നടത്തി. അതിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം എന്നൊരു പുണ്യകർമ്മം ഈ ക്ഷേത്രത്തിൽ നിങ്ങളെയൊക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇവിടെ നടത്തുകയാണ്. അതിന് നമ്മുടെ ഭാഗ്യമെന്ന് പറയട്ടെ, ആ പുണ്യകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ കർപ്പശ്ശേരി പുത്തനൽക്കാവില് മേൽശാന്തിയും നമ്മുടെ അകത്തെ കുന്നത്ത് മനക്കില് തിരുവേനിയുമായ നമ്മുടെ ശ്യാം നമ്പൂതിരി അവറുകളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്.
നോട്ടീസ് പ്രകാശന കർമ്മം ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ദേവീക്ഷേത്രത്തിലെ മേൽശാന്തി അകത്തേക്കുന്നുത്തുമനയ്ക്കൽ ശ്യാം നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ഗുരുവായൂർ മണികണ്ഠൻ ശർമ്മയ്ക്ക് നൽകി നിർവഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി പറമ്പത്ത് രാമൻകുട്ടി നായർ ശ്യാം നമ്പൂതിരിക്ക് ക്ഷേത്രത്തിന്റെ ആദരവ് സമർപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ, ഭാസ്കരൻ, വാസു, എം ഉണ്ണികൃഷ്ണൻ നായർ, ഡോക്ടർ കെ അജിത്, ജയകുമാർ ഉല്ലാസ്, കെ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കാളികളായ സമൂഹ ലക്ഷാർച്ചനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി മണികണ്ഠൻ ശർമ്മ കാർമ്മികത്വം നൽകി. പ്രസാദൂട്ടും ഉണ്ടായിരുന്നു. സർവേശ്വരി പൂജ പോലെ അത് നടത്താൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല ദ്വാദശ പൂജകൾ അത് നടത്താൻ ആഗ്രഹിക്കണം. ഇതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നടക്കാൻ സാധിക്കട്ടെ. മാത്രമല്ല നമുക്ക് ഈ യജ്ഞം മാത്രമല്ല നമുക്ക് നടത്താനുള്ളത്, അതിനുപരിയായിട്ട് ഈ യജ്ഞം കഴിഞ്ഞു കഴിഞ്ഞാൽ CCN ചെറുപ്പുളശ്ശേരി. നാട്ടുകൽ പുത്തൂരിലെ പുന്നടത്ത് ജിൻഷാദിന്റെ ഉടമസ്ഥതയുള്ള റബ്ബർ പുകപ്പുരയിൽ വൻ തീപിടുത്തം. 5 ലക്ഷത്തോളം രൂപ വില വരുന്ന റബ്ബർ ഷീറ്റുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ആളൊഴിഞ്ഞ സ്ഥലത്താണ് പുകപ്പുര സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തുടക്കത്തിൽ തീ പടരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇത് നാശനഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. റബ്ബർ ഷീറ്റുകൾ ഉണക്കുന്നതിനായി പുകപ്പുരയുടെ അടിഭാഗത്ത് തടിക്കഷ്ണങ്ങൾ അളവിൽ കൂടുതലിട്ട് കത്തിച്ചതാണ് അപകടത്തിന് കാരണമായതെന്ന് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിവരമറിഞ്ഞെത്തിയ മണ്ണാർക്കാട്ട് ഫയർ സംഘം 1 മണിക്കൂറോളം നടത്തിയ കഠിന പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിനുണ്ടായിരുന്ന കേടുപാടുകൾ ഉൾപ്പെടെ ആകെ 6 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി അധികൃതർ കണക്കാക്കുന്നു. CCN ചത്തല്ലൂർ. കുട്ടികൾ സാമൂഹ്യ പ്രതിബദ്ധതയും മൂല്യബോധമുള്ളവരുമായി വളരണമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം. കോങ്ങാടി എടക്കാട് മുള സാംസ്കാരിക കേന്ദ്രത്തിന്റെ അനുമോദന സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ബിജുമോൻ. നമ്മൾ പല രീതിയിലാണ് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവുന്ന ഈ പഠന വിഷയങ്ങളിൽ ബികോം പഠിച്ച ആളുകളൊക്കെ ചിലപ്പോൾ അക്കൗണ്ട്സ് ജോലികളൊന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇപ്പോൾ BA മലയാളം പഠിച്ച കുട്ടിക്ക് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ജോലിയാവും കിട്ടുക, അല്ലെങ്കിൽ PSC പഠിച്ച കുട്ടികൾക്ക് PSC അനുബന്ധ ജോലികളല്ല കിട്ടുക. അങ്ങനെ പഠനവും ജോലിയും തമ്മിൽ ബന്ധമില്ല. പാലക്കാട് ജില്ലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ മക്കളിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനമാണ് നടന്നത്. ചടങ്ങ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാമദാസ് ഉദ്ഘാടനം ചെയ്തു. വേദി പ്രസിഡന്റ് K ചാമിയാർ എടത്തറ അധ്യക്ഷത വഹിച്ചു. മുള ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറിയും എഴുത്തുകാരനുമായ VA രാജൻ എഴക്കാട്, പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VM ഉണ്ണികൃഷ്ണൻ, മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി, അംഗം NG വേലായുധൻ, ബാബു, വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ കുത്തനൂർ, ഗോപൻ എഴക്കാട്, V ശങ്കരനാരായണൻ, ജനാർദ്ദനൻ, VC ചന്ദ്രൻ, ഷീന, രജനി എന്നിവർ സംസാരിച്ചു. CCN കോങ്ങാട്. അശരണരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് VK ശ്രീകണ്ഠൻ MP. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ആ ഉമ്മൻചാണ്ടി കാണിച്ചെന്ന് നല്ല മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടിയെ കെട്ടിപ്പടുക്കണം, നമ്മുടെ സമൂഹത്തെ സുരക്ഷിതമായി നമുക്ക് ഓരോരുത്തർക്കും നയിക്കാൻ കഴിയണം. ആ കാര്യങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. ഇങ്ങനെ ഒരു അനുസ്മരണ ചടങ്ങ് ഈ സമയത്താണെങ്കിലും ഇന്ന് ഒരുപാട് കേരളത്തിലും ഇന്ത്യയിലും മലയാളികളുള്ള മുഴുവൻ സ്ഥലത്തും, ഞാൻ US ഒരു പ്രോഗ്രാം അവിടുത്തെ OSCC നടത്തുന്നത് ഞാൻ ഓൺലൈൻ കണ്ടുകൊണ്ട വണ്ടിയിൽ വന്നത്. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, DCC സെക്രട്ടറിമാരായ K രാമകൃഷ്ണൻ, ഓമന ഉണ്ണി, P ഗിരീശൻ, K ബാലകൃഷ്ണൻ, ഹരിശങ്കർ, VN കൃഷ്ണൻ, P അശോകൻ, EK ജസീൽ, വിനോജ് രാമൻ, പാലാങ്കുഴി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ഫുട്ബോൾ പ്രേമികളുടെ സ്വന്തം മണ്ണായ മലപ്പുറത്ത് ലോകകപ്പ് ഫൈനൽ മത്സരം തത്സമയം വീക്ഷിക്കുന്നതിനായി വൻ സജ്ജീകരണം. മലപ്പുറം നഗരസഭയുടെ കീഴിലുള്ള ടൗൺ ഹാളിലാണ് ആരാധകർക്കായി ബിഗ് സ്ക്രീൻ ഒരുക്കിയത്. മലപ്പുറം നഗരസഭയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗും സംയുക്തമായാണ് ഈ വേദി ഒരുക്കിയത്. മത്സരം കാണാനായി രാത്രി 10 മണിയോടെ തന്നെ വൻ ജനപ്രവാഹമാണ് ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. കളി കാണാൻ വൻ ജനബാഹുല്യത്തിനൊപ്പം പ്രമുഖരും എത്തിയതോടെ മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരുടെ ആവേശം വാനോളം ഉയർന്നു.
CCN മലപ്പുറം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് INTUC ആലിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിസരം വൃത്തിയാക്കലും അനുസ്മരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു. ശുചീകരണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിഷ മേക്കോട്ടിൽ നിർവഹിച്ചു. ചടങ്ങിൽ റഫീഖ് ആലിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മോഹൻദാസ് നെടുമ്പട്ടി സ്വാഗതം പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK ബഷീർ, ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻദാസ് എന്നിവർ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണവും പുഷ്പാർച്ചനയും നടത്തി. ആശുപത്രി പരിസരം ശുചീകരിച്ച പ്രവർത്തകർക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അനുമോദനവും നന്ദിയും അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നവാസ്, കൃഷ്ണൻ, പ്രകാശൻ, മോഹനൻ, ശ്രീജ, ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. കേരള കർഷക സംഘം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം കുരുവമ്പലത്ത് നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VM ഷൗക്കത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചുങ്കം അടിച്ചേൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരു നികുതിയും കൂടാതെ ഇറക്കുമതി ചെയ്യുകയും അതുപോലെ തന്നെ സ്വന്തം രാജ്യത്തേക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന മറ്റ് രാജ്യങ്ങളുടെ വസ്തുക്കൾക്ക് അമിതമായ ചുങ്കം ചുമത്തുകയും ചെയ്ത് ഏകഛത്രാധിപതിയായി കഴിയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ചെങ്ങാത്ത രാജ്യങ്ങളുണ്ട്, മുതലാളിത്ത രാജ്യങ്ങളിൽ തന്നെ. അവയോട് പോലും ക്രൂരമായ സമീപനമാണ്. CPIM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E രാജേഷ്, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം C ദിവാകരൻ എന്നിവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് P ഗോവിന്ദപ്രസാദ് പതാക ഉയർത്തി. രക്തസാക്ഷി പ്രമേയം M സോമസുന്ദരൻ അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് TK സുൽഫിക്കർ അലി റിപ്പോർട്ടും TK ജയൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P ഗോവിന്ദപ്രസാദ്, K സുന്ദരൻ, ഹഫ്സ മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. നെല്ലായ പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടത് ഇനിയും CPIM ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് UDF. തീരുമാനമെടുത്ത വിഷയത്തിൽ അടിയന്തര ഭരണസമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ പഞ്ചായത്തിൽ ഇടപെടുന്നു എന്ന് കാണിക്കാനുള്ള CPMന്റെ വ്യഗ്രതയെന്നും UDF. ഒറ്റപ്പാലം ചെർപ്പശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി. ഇഴഞ്ഞു നീങ്ങുന്ന റോഡ് നിർമ്മാണം മൂലമുള്ള കടുത്ത യാത്രാ ദുരിതമാണ് സമരത്തിനു കാരണം. പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല ബസ് സമരം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച് കോൺഗ്രസ്. അശരണരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് VK ശ്രീകണ്ഠൻ MP. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.